ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ദൈവവചനം ജോഷുവയുടെ പുസ്തകത്തിനുള്ള വായന 11-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യാബീനും സഖ്യകക്ഷികളും. ഹാസോർ രാജാവായ യാബീൻ ഇതു കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോനിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബയിലും പടിഞ്ഞാറ് നഫ്തോദിലും ഉള്ള രാജാക്കന്മാർക്കും കിഴക്ക് പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാ ദേശത്ത് ഹെർമോൻ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെരോം നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷുവോട് അരുളിച്ചെയ്തു, അവരെ ഭയപ്പെടേണ്ട. നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷ യോദ്ധാക്കളും ഒന്നിച്ച് മെരോം നദീതീരത്ത് വെച്ച് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിദോൻ വരെയും മിസ്രഫോത്ത് മയിം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ ജോഷ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷ തിരിച്ചു ചെന്ന് ഹാസോറിനെ കീഴടക്കി. അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബലസ്ഥാനം വഹിച്ചിരുന്നു. ജോഷ അവിടെ ഉണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ ജോഷ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷ നശിപ്പിച്ച ഹാസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷയോട് കൽപ്പിച്ചു. ജോഷ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും, ഗോഷൻ ദേശമൊക്കെയും, സമതലങ്ങളും അരാബയും, ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിൻ്റെ താഴ്വരയും, സേര് വരെ ഉയർന്നു നിൽക്കുന്ന ഹലാക് മലയും, ഹെർമോൻ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേലർ ജനവുമായി വേറെയാരും സമാധാന സന്ധിക്ക് ഉണ്ടായിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ അവർ കഠിന ഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലനമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷ മലമ്പ്രദേശത്ത് ഹെബ്രോൻ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദയായിലും ഇസ്രായേലും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസയിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജോഷയുടെ പുസ്തകത്തിനുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാന് കിഴക്ക് അർണോൻ താഴ്വര മുതൽ
ഹെർമോൻ മല വരെയും. കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്. ഹെഷ്ബോനിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ, അവൻ്റെ രാജ്യം അർണോൻ, താഴ്വരയുടെ അരികിലുള്ള അരോവർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമ്മോന്യരുടെ അതിരായ യാബോക്ക് നദി വരെ കിടക്കുന്ന ഗിലെയാദിൻ്റെ പകുതിയും, കിഴക്ക് അരാബ മുതൽ കെനരോത്ത് സമുദ്രം വരെയും, ബത്ജെഷിമോത്തിന് നേരെ അരാബ സമുദ്രം വരെയും, തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൻ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗഷൂറിൻ്റെയും അതിർത്തികൾ വരെയും, ബാഷാനും ഗിലെയാദിൻ്റെ അർദ്ധഭാഗവും, ഹെഷ്ബോൻ രാജാവായ സീഹോൻ്റെ അതിർത്തി വരെയും അവൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ, ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലബനോൻ താഴ്വരയിലുള്ള ബൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ ഹലാക്ക് മല വരെയുള്ള സ്ഥലത്ത് വച്ച് ജോഷയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബയിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും നെഗേബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറിക്കോ ബഥേലിനു സമീപത്തുമുള്ള ആയ്, ജെറുസലേം, ഹെബ്രോൻ, ജാർമുത്ത്, ലാഗീഷ്, എഗ്ലോൺ, ഗേസർ, ദബിർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അദുലാം, മക്കേദ, ബഥേൽ, തപ്പുവ, ഹേഫർ, അഫേക്, ലാഷറോൻ, മാദോൻ, ഹാഷോർ, ഷിമ്രോൻ, മെറോൻ, അക്ഷാഫ്, താനാക്ക്, മെഗിദോ, കെദേശ്, കാർമേലിലെ യോക്നെയാം, നഫ്ദോറിലെ ദോർ, ഗലീലിലെ ഗോയിം, തിർഷ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. ആകെ 31 പേർ. ജോഷയുടെ പുസ്തകത്തിനുള്ള വായന 13-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ദേശവിഭജനം. ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്തീനരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്ക് ഉള്ളതെന്ന് കരുതപ്പെടുന്നതും, ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോൻ്റെ അതിർത്തികൾ വരെയും ഉള്ള സ്ഥലവും, ഫിലിസ്തീൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും, തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും, സീദോന്യരുടെ മൊരാരയും അമോര്യരുടെ അതിർത്തിയായ അഫേക് വരെയും, ഗബാല്യരുടെ ദേശവും, ഹെർമോൻ മലയുടെ താഴെ ബൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും, ലബനോനും മിസ്രഹോത്ത് മൈമീനും ലബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതിനനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. ജോർദാന് കിഴക്ക് റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റ് അർദ്ധഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്ക് വശത്തായിരുന്നു അത്. അർണോൻ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റവുമുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടെ ദീബോൻ വരെയും, ഹെഷ്ബോൻ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ്റെ പട്ടണങ്ങളും
അമ്മോന്യരുടെ അതിർത്തികൾ വരെയും. ഗിലെയാദും ഗഷൂറും മാക്കായും ഹെർമോൻ മലയും സലേക്ക വരെയും ഉള്ള ബാഷാനും എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ചു പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മാക്കാത്യരെയോ തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബൻ്റെ ഓഹരി. റൂബൻ്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൻ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോനും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോത്ത് ബാലും ബെത്ബാൽ മേയാനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാത്തയീമും സിബ്മായും സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത് ഷാറാമും ബത്തിയോറും പിസ്ഗ ചെരുവുകളും ബെത്ജഷിമോത്തും ഹെഷ്ബോൻ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവൻ്റെയും മിദ്യാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സൂർ, ഹൂർ, റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിൻ്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിൻ്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിൻ്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും ക്രമമനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ, അമ്മോന്യരുടെ ദേശത്തിൻ്റെ പകുതി ഹെഷ്ബോൻ മുതൽ രാമാത്ത് മിസ്പയും ബത്തോമീം വരെയും, മഹനായിം മുതൽ ദബീറിൻ്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബത്ഹാറാം, ബത്നിമ്ര, സുക്കോത്ത്, സാഫോൺ, ഹെഷ്ബോൻ രാജാവായ സീഹോൻ്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിൻ്റെ താഴത്തെ അറ്റം വരെ ജോർദാൻ്റെ കിഴക്കേ തീരത്ത് അതിൻ്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസയുടെ ഓഹരി. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹനായിം മുതൽ ബാഷാൻ മുഴുവനും, ബാഷാൻ രാജാവായ ഓഗിൻ്റെ രാജ്യം മുഴുവനും, ബാഷാനിലുള്ള ജായിറിൻ്റെ എല്ലാ പട്ടണങ്ങളും 60 പട്ടണങ്ങളും, ഗിലെയാദിൻ്റെ പകുതിയും, അഷ്താരോത്ത്, എദ്രെയി എന്നീ ബാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കീരിൻ്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ. ജെറിക്കോയുടെ കിഴക്ക് ജോർദാന് അക്കരെ മോവാബ് സമതലത്തിൽ വച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.